നമസ്കാരം, കേരള ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ പത്മകുമാർ, എന്നോടൊപ്പം ഉള്ളത് ടോം ജോസ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ചർച്ച ചെയ്യുന്ന വിഷയം EDയുടെ വരവിൽ പെട്ടതാരൊക്കെ, രക്ഷപ്പെട്ടതാരൊക്കെ എന്നുള്ളതാണ്. അപ്പോൾ ഈ വിഷയത്തിൽ ആരാണ് ഇതിനകത്തിൽ പെട്ടത്, ആരാണ് രക്ഷപ്പെട്ടത്? ഇതിലിപ്പം പെട്ടത് CPM ഗുണ്ടകൾ തന്നെ, CPMൻ്റെ ഗുണ്ടകൾ തന്നെ. ആ ഓടി വന്ന ഇപ്പോൾ തന്നെ 25 പേരെ അകത്താക്കിയില്ലേ. ഇനി ആൾക്കാർ കിടക്കുന്നേ ഉള്ളൂ. ഇവർ തന്നെ പെട്ടുപോയിട്ടുള്ളൂ, അല്ലാതെ നിൻ്റെ നേതാക്കന്മാരാരും പെട്ടിട്ടില്ല. നേതാക്കന്മാരൊന്നിനും ആർക്കും ഒരു കുഴപ്പമില്ലാതെ ഇപ്പോഴും അവർ സുഖമായിട്ട് അവിടെ ഇരിക്കുന്നു. ഇനി അന്വേഷണങ്ങൾ വരും, അത് വേറെ. ഇപ്പം പെട്ട് കിടക്കുന്ന മൊത്തം ഇവരാണ്. ഇതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 6 മണിയോട് കൂടി അവിടെ ED വന്നെന്നാണ് പറയുന്നത്. ED വന്നതോടുകൂടി ഇവർക്ക് ഇവരുടെ കാര്യങ്ങൾ നോക്കി അങ്ങ് പണിയാൻ അനുവദിച്ചാൽ പോരായിരുന്നോ? ഉടനെ പിണറായി വിജയൻ വിളിച്ചു വരുത്തി, ഗുണ്ടകളെല്ലാം വിളിച്ചു വരുത്തി, അവരുടെ കാറടിച്ച് പൊട്ടിക്കുക, അതടിച്ചെങ്കിൽ അവരുടെ നേരെ ആക്രമണം ഉണ്ടാകുക. ഇതൊക്കെയാണ് ഈ CPMൻ്റെ ഏറ്റവും വലിയൊരു വീഴ്ച. ഇതാണ് വെറുതെ ഇരുന്ന് അവരവരുടെ പണിയെടുത്ത് പൊക്കോളുമായിരുന്നു, ഒരു പ്രശ്നം വരുന്നില്ലായിരുന്നു. ഇത്രയൊക്കെ കാര്യങ്ങൾ അവിടെ ഉണ്ടാക്കിയത് പിണറായി വിജയൻ തന്നെയാണ്. പിന്നെ പുള്ളിയുടെ കുറേ നേതാക്കന്മാർ, ഗോവിന്ദനോ ഒക്കെ ഉണ്ടായിരുന്നല്ലോ അവിടെ, അവരാണ് ഈ പ്രശ്നങ്ങൾ മൊത്തം അവിടെ ഉണ്ടാക്കിയത്. ഇപ്പോൾ ഈ കൊല്ലത്തുനിന്ന് വന്നിരിക്കുന്ന ഇന്നത്തെ CPMൻ്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്, പിണറായി വിജയൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അദ്ദേഹത്തിന് ED റെയ്ഡ് ചെയ്താൽ മാത്രമേ ഞങ്ങളെ വിളിക്കാവൂ. മകൾക്കൊരു പ്രശ്നം വന്നാൽ അതിന് CPMനെ വിളിക്കരുത്, അത് നിങ്ങൾ ചെയ്യുന്ന തെറ്റാണെന്ന് പറയുന്നത് വളരെ കൃത്യമായ ഒരു, അങ്ങനെ പറയാൻ തൻ്റെ ഇടം വേണം. ഓരോ 14 ജില്ലയിലും അങ്ങനെ തൻ്റെ ഇടം വേണം. എല്ലാവരും ഇങ്ങനെ ദാസന്മാരായിട്ട് ഇരിക്കുന്നതാണ് ഈ പ്രശ്നം. ഇതിനകത്ത് രക്ഷപ്പെട്ടത് ആരാണെന്ന് ചോദിച്ചാൽ, രാഷ്ട്രീയമായി രക്ഷപ്പെട്ടത് പിണറായി വിജയനാണ്. പിണറായി വിജയനെതിരെ വളരെയധികം ശക്തമായി എല്ലാ ജില്ലകളിൽ നിന്നും ആഞ്ഞടിച്ചുകൊണ്ട് വന്നുകൊണ്ടിരുന്ന സമയത്ത് പിണറായി വിജയന് രക്ഷപ്പെടാനുള്ളൊരു അവസരമായിരുന്നു ഇത്. അതുകൊണ്ട് കേരളത്തിലുള്ള എല്ലാ CPM പ്രവർത്തകരും ഗ്രൗണ്ടിലിറങ്ങി പിണറായി വിജയന് വേണ്ടി മുദ്രാവാക്യം വിളിക്കുന്ന അവസ്ഥയുണ്ടായി. അപ്പോൾ അതുണ്ടായപ്പോൾ അദ്ദേഹത്തിന് ഈ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തേക്ക് വോട്ടെടുപ്പിലൂടെ ഒരാളിനെ തിരഞ്ഞെടുക്കേണ്ടി വരുന്ന ഗതികേടിലേക്ക് എത്തിയ ആളിൻ്റെ ആ മുഖച്ഛായ മാറി. ഇപ്പോൾ പുള്ളി പത്രസമ്മേളനത്തിനൊക്കെ ചിരിച്ചുകൊണ്ടെത്താൻ തുടങ്ങി. പക്ഷേ ഇതുകൊണ്ട് ഇനിയിപ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? മോളുടെ എതിരെ ആക്ഷൻ ഉണ്ടാകുമെന്ന് വിചാരിക്കുമല്ലോ. ഇത് തീർച്ചയായിട്ടും അടുത്ത പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ 5 സീറ്റ് അല്ലെങ്കിൽ 3 സീറ്റ് കേരളത്തിൽ അവർക്ക് വേണ്ടി ഞങ്ങൾ വളച്ചിട്ട് കൊടുത്തോളാം എന്ന് ഇപ്പം ഡൽഹി പോയി ഒത്തുതീർപ്പാക്കിയാൽ ഇപ്പോൾ ഈ പ്രശ്നം പിണറായി വിജയൻ്റെ തീരും. പക്ഷേ ഈ സാറ് പറഞ്ഞ പോലെ ഈ 300 ആൾക്കാരുടെ തീരത്തില്ല. അവരുടെ യൗവനം നഷ്ടപ്പെട്ടു. 10 വർഷം കഠിന തടവ് ആണ് അവരെ കാത്തിരിക്കുന്നത്. പിന്നെ രോമജോസെ, നമുക്ക് വേറൊരു കാര്യം കൂടെ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. എന്താണെന്ന് വെച്ചാൽ ഇവിടെ കേരളത്തിൽ വരുന്നു. കേരളത്തിൽ അപ്പോൾ ഇവിടെ ആൾക്കാർ പ്രതിരോധിച്ച് കഴിയുമ്പോൾ ED ഇവിടെ നിന്ന് ഇനിയും ഒന്നും ചെയ്യാതെ ഇനിയും മുട്ടുമടക്കി അങ്ങ് പോവുകയാണ്. എന്ത് വെച്ചു ബാക്കി സ്റ്റേറ്റുകളുടെ കാര്യം എന്താ? പിന്നെ ബാക്കി സ്റ്റേറ്റുകളിൽ എവിടെങ്കിലും ചെന്ന് ഇവർക്ക് ഇതുപോലെ പണിയാൻ പറ്റുമോ? ഇപ്പം ഇവിടെ മാതൃകാപരമായി ഈ 300 പേർക്ക് കൃത്യമായി ശിക്ഷ വാങ്ങിച്ച് കൊടുത്ത് അത് ഇന്ത്യ മൊത്തം അറിയിച്ചിട്ടേ ഇവർ മാറുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യത്തില്ല. ഇപ്പം രമേശ് ചെന്നിത്തലയ്ക്ക് ഇപ്പം സാറ് പറഞ്ഞുകൊണ്ടിരുന്നല്ലോ, രമേശ് ചെന്നിത്തലയ്ക്ക് കുറച്ചൊക്കെ കാര്യങ്ങളൊക്കെ വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റും. പക്ഷേ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാലും CBI എന്ന് പറയുന്ന സാധനത്തിന് ഇങ്ങോട്ടും ഇറക്കി കഴിഞ്ഞാൽ ഇത് മുഴുവൻ തൂത്തുവാരിക്കാൻ കൊണ്ടുപോകും. ചിലപ്പോൾ നേതാക്കന്മാരെ അവർ തൂത്തുവാരി കൊണ്ടുപോകും. കാരണം അപ്പോൾ അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പോൾ ഇത് ഞാൻ പറയുന്ന കാര്യത്തിൽ കറക്റ്റ് അല്ലേ? ശരിയായിട്ടും അങ്ങനെ തോന്നുന്നുണ്ടോ? ശരിയാണ്, തീർച്ചയായിട്ടും ശരിയാണ്. പക്ഷേ ഇതിനകത്തൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രമേശ് ചെന്നിത്തലയ്ക്ക് അങ്ങനെ വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റില്ല. വിട്ടുവീഴ്ച ചെയ്യരുത് എന്നാണ് ഞാൻ പറയുന്നത്. വിട്ടുവീഴ്ച ചെയ്താൽ ജനങ്ങളിലുള്ള പുള്ളിയുടെ ആ മൂല്യം ഇടിയും. ഇപ്പം സ്ഥലം മൂല്യമൊക്കെ, പക്ഷേ ഈ ഒരു വീഴ്ച വളരെ ഇതായിട്ടാണ് ഇരിക്കുന്നത്. രമേശ് ചെന്നിത്തലയുടെ ഒരു സ്വല്പം മൂല്യം ഇടിഞ്ഞിട്ടുണ്ട്. അങ്ങനെ അന്ന് അവിടെ പ്രശ്നം ഉണ്ടാക്കിയപ്പോഴൊന്നും പോലീസ് നോക്കിയിരിക്കില്ലായിരുന്നു. അന്ന് പാർട്ടി ഓഫീസിൽ പോയി അവരുടെ കാല് പിടിക്കുന്നു. അത് നമുക്ക് ഓക്കെ, അത് ഒരു യുദ്ധം ഒരു വലിയ ഒരു ആക്രമണത്തിലേക്ക് കേരളത്തിലേക്ക് കൊണ്ടുപോയിരുന്നത് നല്ല കാര്യം. അത് നിങ്ങൾ വിട്ടുതരൂ, അതാണ് നല്ലത് എന്ന് പറയുന്നത് ഓക്കെ, അതൊരു നല്ല കാര്യം. പക്ഷേ ഇദ്ദേഹത്തിന് ഒരു ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ ആദ്യം എടുത്ത നിലപാടിൽ തന്നെ കൈകൊള്ളിയിരിക്കുകയാണ്. അപ്പോൾ അതാണ് ആദ്യം പെട്ട ഒരാൾ, ജനങ്ങളുടെ മുന്നിൽ പെട്ടുപോയിരിക്കുന്ന ആള് രമേശ് ചെന്നിത്തലയാണ്. അതെ, ഇപ്പം ഞാൻ ആരെങ്കിലും ആയിക്കോട്ടെ, എൻ്റെ മകളൊരു കുറ്റം ചെയ്യുന്നതിന് എൻ്റെ ഫ്രണ്ട്സും എൻ്റെ ആൾക്കാരും എല്ലാം വന്ന് അവൾക്ക് വേണ്ടി, അല്ലെങ്കിൽ എന്നെ പിന്തുണയ്ക്കുന്നവരെല്ലാം കൂടി എൻ്റെ മോൾക്ക് വേണ്ടി വന്ന് നിൽക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നത് ഏതെങ്കിലും കേരളത്തിലെ ആൾക്കാർ അംഗീകരിക്കുമോ? CPMൻ്റെ എന്താ, നമ്മളിപ്പോൾ അന്തംഗമികളെന്നൊന്നും പറയുന്നില്ല, CPMൻ്റെ ഉറച്ച വിശ്വാസികൾ അല്ലെങ്കിൽ കൂടെ നിൽക്കുന്ന കറതീർന്ന രാഷ്ട്രീയക്കാർ ഇത് എന്ത് പറഞ്ഞാലും അതിൻ്റെ പിന്നാലെ നിൽക്കുമായിരിക്കാം. പക്ഷേ ജനങ്ങൾ
അങ്ങനെ നിൽക്കത്തില്ല എന്നുള്ളൊരു തെളിവാണല്ലോ ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട്. ഇപ്പം നമുക്ക് പാർട്ടി അല്ലല്ലോ വിഷയം, ജനങ്ങളാണ്. ജനങ്ങളെ വോട്ട് മേടിച്ചാണ് നമ്മൾ, ജനങ്ങളെ നികുതിപ്പണം കൊണ്ടും ജനങ്ങളുടെ വോട്ടും കൊണ്ടാണ് ഇവരൊക്കെ അവിടെ ഇരിക്കുന്നത്. അതായത് പാർട്ടി എന്ന് പറഞ്ഞ കാര്യം ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക. ഇപ്പം ഖജനാവൊക്കെ കാലിയാണ്. ഇങ്ങനെയുള്ള ഈ പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും ഖജനാവ് നിറയ്ക്കാനുള്ള എന്തെങ്കിലുമൊക്കെ പരിപാടി നോക്കുക. ഇപ്പം ഈ പിണറായി വിജയൻ്റെ സ്വത്തുക്കളൊക്കെ ഒരുപാട് ഇങ്ങനെ അനധികൃതമായിട്ട് സമ്പാദിച്ച സ്വത്തുക്കളൊക്കെ ഉണ്ട്. ഇതൊക്കെ അന്വേഷിച്ച് CBI കൊണ്ട് അന്വേഷിച്ച് അല്ലെങ്കിൽ ലോക്കൽ പോലീസിനെ കൊണ്ട് അന്വേഷിച്ച് ആഭ്യന്തരമന്ത്രി അതിന് വേണ്ട നടപടികൾ എടുക്കണം. എടുത്തില്ലെങ്കിൽ ഈ പിണറായി വിജയനേക്കാളും കഷ്ടമായിരിക്കും ഇനിയുള്ള ഭരണം. അതാണ് ഞാൻ പറയുന്നത്. നല്ല രീതിയിൽ പോയില്ലെങ്കിൽ വളരെ കെയർ, ഈ അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും വേണ്ട ഇവിടെ. ഈ അഡ്ജസ്റ്റ്മെൻറ്റിലൊന്നും ഒരു കാര്യവും നടക്കത്തില്ല. മനസ്സിലായോ? ഈ അഡ്ജസ്റ്റ്മെൻറ്റ് വേണ്ട. അഡ്ജസ്റ്റ്മെൻറ്റ് ഒരു കാര്യം നടക്കാൻ പോകുന്നില്ല. അത് തീഹാർ ജയിലിലേക്ക് പോകാനായിട്ട് തയ്യാറെടുത്താൽ മതി ഇവരിനും. കാരണം ഇവർക്ക് ജാമ്യമില്ല. ഇവരെല്ലാം പിണറായി വിജയനും മകളുടെ ഭർത്താവും കുടുംബവും ഒക്കെ വിദേശങ്ങളിലൊക്കെ പോയി ആർത്തുല്ലസിച്ച് ജീവിക്കുമ്പോൾ ഈ 10 വർഷക്കാലം ഇവരുടെ യൗവനം ഇവർ കുരുതി കൊടുത്തിരിക്കുന്നു. ഇവർക്ക് തിരിച്ചു വരുമ്പം പൂമാല കിട്ടുമായിരിക്കും. ജയിലിൽ നിന്ന് ഇറങ്ങി വരുമ്പം ഘോരഘോരമായ മുദ്രാവാക്യം വിളിക്കുമായിരിക്കും. ഇപ്പൊ കല്ലെറിഞ്ഞപ്പോ ഇപ്പൊ ഈ നടപടി എടുത്തപ്പം പിണറായി വിജയൻ തന്നെ ഇറങ്ങി നിന്ന് മുഷ്ടി ഉരുട്ടി അവർക്ക് അഭിവാദ്യം ചെയ്യുന്നുണ്ടായിരുന്നു. ഇതൊക്കെ കിട്ടും. പക്ഷെ കഴിഞ്ഞു. നിങ്ങളുടെ ഈ ഒരു ഹീറോയിസം ഇപ്പൊ കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾ കാണിക്കുന്ന മണ്ടത്തരം. നിങ്ങളെ ഉപദേശിക്കാൻ ഒരാളെ ഉണ്ടായിരുന്നല്ലോ. കോടിയേരിക്ക് പകരം കോടിയേരിയുടെ മകൻ ഉണ്ടായിരുന്നു. മക്കളെ നിങ്ങൾ ചെയ്യരുതെന്ന് പറയാൻ അവിടെ ആകെ ഒരാളെ ഉണ്ടായിരുന്നു. അത് കോടിയേരിയുടെ മോനാണ്. അദ്ദേഹത്തിന് മാത്രമേ ആ കൂട്ടത്തിൽ വിവരം ഉണ്ടായിരുന്നുള്ളൂ. വേറെ എത്ര നേതാക്കന്മാരുണ്ടായിരുന്നു. അവരെല്ലാം മുങ്ങുമായിരുന്നു. ആക്രമണം അഴിച്ചു വിട്ടേച്ച് അവർ രക്ഷപ്പെടുമായിരുന്നു. അപ്പോഴും അവിടെ നിന്ന് നിയന്ത്രിച്ചത് അവിടെ നമുക്ക് കാണേണ്ട ഒരു കാര്യം, ഒരൊറ്റ പോലീസുകാർ പോലും നിങ്ങളത് ചെയ്യരുത്, നിങ്ങൾക്കിത് കുഴപ്പമാകും, നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലല്ല ഇതിൻ്റെ ഭവിഷ്യത്ത് വരാൻ പോകുന്നതെന്ന് പറയാൻ ഒരാൾ പോലും അവിടെ ഉണ്ടായിരുന്നില്ല. എന്ന് വെച്ചാൽ നിങ്ങളെയെല്ലാം ഇവരെ കുരുതി കൊടുക്കുകയാണ്, രക്തസാക്ഷികളാക്കുന്നത് പോലെ ഇവരുടെ യൗവനത്തെ രക്തസാക്ഷിയാക്കിയിരിക്കുക. ഇതിനകത്ത് ഇപ്പോൾ അവരുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഒരു രക്തസാക്ഷിയെ കിട്ടണമായിരുന്നു. ഈ CRPകളെല്ലാം തിരിച്ച് വെടിവെച്ചിരുന്നെങ്കിൽ ആരെങ്കിലും മരിക്കും. അതും പൊക്കി പിടിച്ചുകൊണ്ട് ഇവരുടെ റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയായിരുന്നു. പക്ഷേ അതെല്ലാം പൊളിഞ്ഞു. ഇവരെന്താ വിചാരിച്ചിരിക്കുന്നത്? ഈ ആരെങ്കിലും കൊന്നു കഴിഞ്ഞാൽ അവൻ്റെ കുടുംബത്തിലെല്ലാം നഷ്ടപ്പെടുന്നു. നേതാക്കന്മാർക്കൊന്നും വിലസി ജീവിക്കണം. അതാണ് ഇവരുടെ ഉദ്ദേശം മൊത്തം. അവിടെ ഏതെങ്കിലും ഒരു ആൾ വെടിവെട്ടി വീണിരുന്നെങ്കിൽ സംഗതി വകുപ്പങ്ങ് മാറിയേനെ. ആ ഒരു ഇതില്ലേ, ഇപ്പം നഷ്ടപ്പെട്ട ഒരു പാർട്ടിയുടെ ഒരു ഇതില്ലേ, പിണറായിയുടെ ഒരു മൂല്യം നഷ്ടപ്പെട്ടിരിക്കുകയല്ലേ. അത് തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇവർ ഈ പണികളെല്ലാം അവിടെ കാണിച്ചത്. ഇതിനകത്ത് നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്യണം, നേതാക്കന്മാരെ പിടിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം നേതാക്കന്മാരെ അണികളെ മാത്രമല്ല, ഇതിന് നേതൃത്വം കൊടുത്തത് ഈ ബ്രിട്ടാസിന് വരെ ഇതിനകത്ത് കൈയുണ്ട്. എല്ലാവർക്കും ആര്യ രാജേന്ദ്രൻ ഇവരെല്ലാവർക്കും ഇതിനകത്ത് ഇവരെല്ലാം അവിടെ നിൽപ്പുണ്ടായിരുന്നല്ലോ. ഇവരെല്ലാം അവിടെ കൂടിയാണ് ഗുണ്ടകളെ അവിടെ വിന്യസിച്ചത്. അപ്പോൾ ഇവരുടെ പേരിലെല്ലാം നടപടി എടുക്കണമെന്നാണ് ഞാൻ പറയുന്നത്. ഇതിന് രമേശ് ചെന്നിത്തല ഇതിനകത്ത് നന്നായിട്ട് പെർഫോം ചെയ്തില്ലെങ്കിൽ കാര്യങ്ങൾ പോക്കാണ് എന്നാണ്. രമേശ് ചെന്നിത്തലയ്ക്ക് ആഭ്യന്തരം കൊടുത്തപ്പോഴേ അത് മലയാളികൾക്ക് ഇഷ്ടപ്പെട്ടില്ല. എപ്പോഴും ഈ അഡ്ജസ്റ്റ്മെന്റിന്റെ രാഷ്ട്രീയക്കാരനാണ് പുള്ളി എപ്പോഴും. ഇപ്പൊ ഈ ശരിയായിട്ടും ഈ വീണ വിജയനെതിരെയും പിണറായി വിജയനെതിരെയും ഇതുവരെ നിയമസഭയിൽ ഉന്നയിച്ച പ്രശ്നങ്ങൾ എവിടെയാണ്? ഇപ്പോൾ നിയമസഭയിൽ ഇത്രയും നാളും ഘോരഘോരം പറഞ്ഞു, അവധി ചെയ്തു, തഴപ്പായിൽ പണം കൊണ്ടുവന്നു, ഈന്തപ്പഴത്തിനകത്ത് കുരു സ്വർണമായിരുന്നു, ഇതെല്ലാം പറഞ്ഞിട്ടാണ് ഈ ജനങ്ങളുടെ എല്ലാ വോട്ട് നിങ്ങൾ വാങ്ങിച്ചത്. എന്നിട്ട് ഈ ആഭ്യന്തരമന്ത്രിയുടെ കസേര കയറിയിരുന്നോണ്ട് ആ ഒരു ഭാഗം കണ്ടില്ല. പോലീസ് സ്റ്റേഷനെ വൃത്തിയാക്കുക, അതിനെ ശുചീകരിക്കുക, അതിനുശേഷം പൂച്ചട്ടി വെക്കുക, വരുമ്പോൾ ഉടനെ ഷെയ്ക്കാർ കൊടുക്കുക. ഇതിനു വേണ്ടിയല്ല നിങ്ങളെ വെച്ചിരിക്കുന്നത്. നിങ്ങൾ ആരോപിച്ച ആരോപണങ്ങൾ ശരിയായിരുന്നു എന്ന് തെളിയിക്കാൻ നിങ്ങളുടെ കയ്യിൽ കസേര കിട്ടിയിരിക്കുക. നിങ്ങളത് ചെയ്യണം. കുഴൽനാടൻ ഇറങ്ങി നിന്ന് എന്തെല്ലാം ആരോപണങ്ങൾ ഉന്നയിച്ചു. ഈ ആരോപണങ്ങളിൽ ഒരു 50%, 50% തെളിയിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ രാജിവെച്ചിട്ട് പിണറായി വിജയനെ തിരിച്ച് ഭരണം വെപ്പിക്കുക വേണ്ടത്. ശരിയാണ്. പക്ഷേ അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. ഇതിനകത്ത് ഇപ്പോൾ ആഭ്യന്തരം നന്നായിട്ട് ഒന്നുകൂടെ സ്ട്രോങ് ആകാനുണ്ട് കേട്ടോ. ആഭ്യന്തരം ഇങ്ങനെ തണുത്തിരുന്ന് കഴിഞ്ഞാൽ ഇവിടെ സമരങ്ങൾ നടക്കും, അത് നടക്കും, ഇത് നടക്കും, എല്ലാം നടന്ന് ഭരണകൂടത്തെ അട്ടിമറിക്കാനുള്ള ഇതെല്ലാം അവർ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ ഇതിനകത്തിപ്പം ആഭ്യന്തരം നല്ല സ്ട്രോങ് അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാം. ആഭ്യന്തരം സ്ട്രോങ് ആയാൽ മതി. ആഭ്യന്തരം നന്നായിട്ട് സ്ട്രോങ് ആയി കഴിഞ്ഞാൽ ആരും സമരത്തിന് വരത്തില്ല. ഒന്ന് അടിച്ചൊതുക്കണം, വെട്ടേണ്ട അടുത്ത് വെട്ടണം, എന്നാലേ ഇത് ശരിയാകത്തുള്ളൂ. എന്നല്ലേ? ശരിയല്ലേ? വെട്ടേണ്ടത് വെട്ടണം, എന്നാൽ മാത്രമേ പോലീസിന് അങ്ങനെ ഒരു കരുണ അങ്ങ് വേണം. അങ്ങനെ അതുകൊണ്ടല്ലേ ആൾക്കാർ ഇത്രയും ഗുണ്ടായിസ് അവിടെ കാണിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇങ്ങനെയൊക്കെ അങ്ങ് പോയി കഴിഞ്ഞാൽ വളരെ മോശമാണ്, വളരെ ജനങ്ങളോട് കാണിക്കുന്നൊരു വഞ്ചനയാണ്. അതുകൊണ്ട് നന്നായിട്ട് ആഭ്യന്തരം വേണമെന്ന് പറഞ്ഞ് രമേശ് ചെന്നിത്തല വളരെയധികം കടുംപിടുത്തം പിടിച്ചല്ലോ. ഇരുന്ന് കഴിയുമ്പോൾ നിങ്ങൾ ചെയ്യുന്നത് എന്താണെന്ന് കൂടെ ആലോചിക്കേ. അപ്പോൾ ഇതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഈ
ED വന്നതിൽ പെട്ടത് ഒന്നാമത് രമേശ് ചെന്നിത്തല പെട്ടു. ജനങ്ങളുടെ മുന്നിൽ ഒരു കഴിവുകെട്ട ആഭ്യന്തരമന്ത്രിയാണ് താൻ എന്ന് തെളിയിച്ചിരിക്കുന്നു. ഇദ്ദേഹം ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ എന്താണ് ചെയ്തത്? പോലീസ് സ്റ്റേഷന്റെ മോഡിഫിക്കേഷന് വേണ്ടി ആയിരുന്നില്ല നിങ്ങളെ വെച്ചത്. നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തില്ല. നിങ്ങൾ ഇതുവരെ ആരോപിച്ച ആരോപണങ്ങൾക്ക് കൃത്യം ഇതാണ് ഞങ്ങൾ പറഞ്ഞ കാര്യം, വേണ്ട ഞങ്ങൾ ഇത് ഓരോരുത്തരെ പൊക്കി നിങ്ങളുടെ മുന്നിലിട്ട് വിട്ടുതരികയാണ് എന്ന് പറഞ്ഞ് ചെയ്യാനുള്ള തന്റെ ഇടം കാണിക്കുന്നില്ല. ഇപ്പോഴും അഡ്ജസ്റ്റ്മെന്റിന്റെ രാഷ്ട്രീയക്കാരനാണ് നിങ്ങൾ. ഇപ്പോഴും പിണറായി വിജയനെയും വീണ വിജയനെയും രക്ഷിക്കാൻ എന്തെല്ലാം മാർഗമുണ്ടോ അതെല്ലാം നിങ്ങൾ ചെയ്യും. അവിടെ പോലീസിനെ വിന്യസിക്കാതിരുന്നതും അവിടെ EDയെ ശരിയായ രീതിയിൽ അത് ചെയ്യാതിരിക്കാനും കാരണം രമേശ് ചെന്നിത്തലയുടെയും കുഞ്ഞാലിക്കുട്ടിയുടെയും പേര് കൂടി അതിനകത്തുണ്ട്. അപ്പൊ ആ രീതിയിലൊക്കെ അന്വേഷണം വരാതെ ഇവിടെ ഇത് അലങ്കോലമാക്കി അങ്ങ് വിട്ടേക്കാമെങ്കിൽ ഞങ്ങൾക്കെതിരെയുള്ള ആരോപണങ്ങൾ വരില്ല എന്നാണ് കരുതിയെങ്കിൽ കൂടുതൽ മൂർച്ചയോടെ ഈ ആയുധം നിങ്ങൾക്കെല്ലാം എതിരെ വീശും. അതിന് യാതൊരു സംശയമില്ല. അപ്പൊ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഇവർ കുറ്റക്കാരായിരുന്നു, ഞങ്ങൾ ഇത്ര നാൾ ആരോപിച്ച് 10 വർഷമായിട്ട് ഇവർ കാട്ടിക്കൂട്ടിയത് ഇതൊക്കെയാണെന്ന് ഓരോന്നായിട്ട് എണ്ണവിട്ട് ഞങ്ങളുടെ മുന്നിലേക്ക് വെക്കാൻ നിങ്ങൾ തയ്യാറാകുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ആഭ്യന്തരമന്ത്രി സ്ഥാനത്തിന് യോഗ്യമല്ല. അതും കൂടെ VD സതീശനെ ഏൽപ്പിച്ച് ഈ മന്ത്രിസഭയ്ക്ക് കളങ്കം ഉണ്ടാക്കാതെ നിങ്ങൾ പുറത്തു പോകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. EDക്ക് സംരക്ഷണം കൊടുക്കാഞ്ഞത് തന്നെ ഒരു വലിയ വീഴ്ചയാണ്. ഇവിടെ കേന്ദ്ര ഗവൺമെന്റ് ജീവനക്കാരാണ്, അവർ വന്ന അവർക്ക് വേണമെങ്കിൽ സംരക്ഷണം കൊടുക്കേണ്ടത് നമ്മുടെ കേരള ആഭ്യന്തര വകുപ്പിന്റെ കടമയാണ്. ഇപ്പൊ അവിടെ ഒരു ആൾക്കൂട്ടം ഉണ്ടാക്കുമ്പോൾ ഇന്റലിജൻസിന്റെ ഒരു ആൾക്കാരതിനകത്ത് വേണം. ഇന്റലിജൻസിന്റെ ആൾക്കാർ അതിനകത്ത് കൃത്യമായി സിവിൽ ഡ്രസ്സിൽ നിന്ന് അവിടുത്തെ കാര്യങ്ങൾ എന്താണ് എന്നുള്ളത്, എപ്പോഴും നടക്കുന്നത് എന്താണ്, ഓരോരുത്തരുടെ സംസാരം എന്താണ്, ആക്രമണത്തിനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളത് ആഭ്യന്തര വകുപ്പിലെ ആൾക്കാരെ അറിയിക്കേണ്ടത് ആ വിജിലൻസ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയുടെ കുഴപ്പമല്ലേ ഇവിടെ ഈ പ്രശ്നം ഉണ്ടായത്. പിന്നെ നിങ്ങൾ ഒരു കാര്യം ഞാൻ സമ്മതിക്കുന്നു, എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ അവിടെ പാർട്ടി ഓഫീസിൽ കയറി അലങ്കോലം ഉണ്ടാക്കി അവരെ രക്തസാക്ഷികളാക്കാതെ അവിടുന്ന് ഒരു സംഘർഷം ഉണ്ടാക്കി 5-6 പേര് തല്ലിച്ചത് നേതാക്കന്മാരെ സ്ട്രക്ചറിൽ എടുത്തുകൊണ്ട് പോകുന്ന ഒരു അവസ്ഥ വരുത്താതിരുന്നത് ഒരു നല്ല കാര്യം. അത് നല്ല കാര്യം ചെയ്തിട്ടുണ്ട്. പക്ഷേ നേരത്തെ മുൻകൂട്ടി അറിഞ്ഞ് കാര്യങ്ങൾ ചെയ്യാൻ വിജിലൻസ് എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെന്റിനെ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് എന്തിനാണ്? അത് നിങ്ങൾക്ക് കൃത്യമായി ഉപയോഗിച്ചോ? ഇല്ലെങ്കിൽ ഞങ്ങളുടെ ജീവനും സ്വത്തിനും എന്ത് രക്ഷയാണ് EDക്ക് പോലും നിങ്ങൾക്ക് സംരക്ഷണം കൊടുക്കാൻ പറ്റത്തില്ലെങ്കിൽ ഇപ്പം ഞങ്ങളെപ്പോലെ സാധാരണക്കാർക്ക് എന്ത് സംരക്ഷണം ഇവിടെ കിട്ടാൻ പോകുന്നത്? ശരിയല്ലേ ഞാൻ പറയുന്നത്? ഒരു EDക്ക് പോലും ശരിയായ രീതിയിൽ സംരക്ഷണം കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ സാധാരണ ജീവനക്കാരുടെ കാര്യം എന്താ? ഇന്നലെ തന്നെ ഒരു കൊച്ചിൻ്റെ 1.5 വയസ്സുള്ള കൊച്ചി, ഇതിനൊക്കെ നന്നായിട്ട് നിങ്ങൾ ആക്ഷൻ എടുക്കുക. ഇവിടെയൊക്കെ ഇതൊക്കെ നടക്കുന്നത്? ആദ്യം തന്നെ ജയിലിലെ ഈ ശമ്പളവും ആനുകൂല്യങ്ങളൊക്കെ കുറയ്ക്കുക. അത് നടപ്പായോ? ഇല്ല. അത് പാസ്സാക്കിയിട്ടാണല്ലോ പോയിരിക്കുന്നത്. പാസ്സാക്കിയെങ്കിൽ അത് നടപ്പാകാതിരിക്കട്ടെ. അതുകൊണ്ടാണ് ക്രിമിനൽസ് 650 രൂപയ്ക്ക് ഡെയിലി കിട്ടുന്നുണ്ടെങ്കിൽ പിന്നെ ആൾക്കാർ അങ്ങോട്ട് പോകില്ലോ. എന്തെങ്കിലും പെറ്റി കേസ് ഇട്ടാൽ മതിയല്ലോ. അതൊക്കെ നല്ല കാര്യങ്ങൾ. അതൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ പിണറായി സർക്കാർ വരുത്തി വെച്ച കുറച്ച് നെഗറ്റീവ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം ക്യാൻസൽ ചെയ്യണം. പിന്നെ എല്ലാ മന്ത്രിമാരുടെയും വകുപ്പ് മന്ത്രിമാരുടെയും സ്വത്തുക്കൾ കണ്ടുകെട്ടണം. സ്വത്തുക്കൾ അന്വേഷിച്ച് സ്വത്തുക്കൾ കണ്ടുകെട്ടിക്കഴിഞ്ഞ് അതെല്ലാം സർക്കാരിലേക്ക് റീഫണ്ട് ചെയ്യണം. ഇതൊക്കെയാണ് ഇപ്പം നമ്മുടെ സർക്കാർ ചെയ്യേണ്ടത്. ആദ്യം ഖജനാവ് നിറയ്ക്കിയിട്ട് പെൻഷനൊക്കെ മുടങ്ങാതെയും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നല്ലൊരു ഇതായിട്ട് കോൺഗ്രസിന് ഭരിക്കാം. അതല്ല ഇത് മോശമായ രീതിയിലാണ് പോകുന്നെങ്കിൽ ചിലപ്പോൾ ഇപ്പം പിണറായി വലിച്ചെറിഞ്ഞ മാതിരി നിങ്ങളെ ജനങ്ങൾ വലിച്ചെറിയാനായിട്ട് വിദൂരമൊന്നുമല്ല എന്നാൽ നമുക്ക് ഇത്രയും പറയാനുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ചർച്ചയിലൂടെ പറയാനുള്ളത്. 300ഓളം ആൾക്കാർ, പാവപ്പെട്ട CPM വിശ്വാസികൾ, അവരാണ് CPM സ്നേഹിക്കുന്ന ആൾക്കാർ 300ഓളം പേരാണ് പെട്ടത്. അതുപോലെ തന്നെ ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ കഴിവില്ലാത്ത ഒരു ആഭ്യന്തരമന്ത്രിയാണ് താനെന്ന് രമേശ് ചെന്നിത്തല തെളിയിച്ചിരിക്കുന്നു. അതാണ് രണ്ടാമതുകൊണ്ട് പെട്ടത്. പിന്നെ ഈ ഇതിനകത്ത് മറ്റ് രാഷ്ട്രീയ നേതാക്കളൊന്നും ഇതിനകത്ത് പെടാൻ പോകുന്നില്ലെന്നാണ് ഞങ്ങളുടെ ഒരു കണക്ക്. മറ്റൊരു ചർച്ചയുമായി ഞങ്ങൾ വീണ്ടും കടന്നു വരും. അതുവരെ നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.